ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഫ്യൂച്ചേഴ്സ് അക്കൗണ്ട് എടുക്കുന്നതാണോ CFDയുടെ അക്കൗണ്ട് എടുക്കുന്നതാണോ ബെറ്റർ എന്നുള്ള ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാറ്. അപ്പോൾ ഇത് നിങ്ങളൊരു ട്രേഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ CFDയും ഫ്യൂച്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ നമുക്ക് ആർക്കൊക്കെയാണ് ഫ്യൂച്ചേഴ്സ് ഹെൽപ്പ് ആവുന്നത്, അല്ലെങ്കിൽ ആരെല്ലാമാണ് CFD ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും CFD ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും കുറെ നാൾ മുമ്പ് വരെ XIUSD അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഇൻസ്ട്രുമെന്റ് ഫ്യൂച്ചേഴ്സിൽ സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് ഇങ്ങനെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യമേ കുറച്ച് ഇൻസ്ട്രുമെന്റ്സിനെ നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും ചെയ്യുന്ന റെഗുലർലി ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആയ ഒന്ന് XIUSD ആണ്. നമ്മൾ CFD ചെയ്യുന്ന ആൾക്കാർ XIUSD ആണ് ചെയ്യാറ്. എന്നാൽ അത് നേരെ തിരിച്ച് ഫ്യൂച്ചേഴ്സ് ചെയ്യുന്ന ഒരാൾക്കാരെ സംബന്ധിച്ച് ഗോൾഡിൽ സെലക്ട് ചെയ്യുമ്പോൾ GC1 എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ പേർക്ക് ഒരു പ്രശ്നം കൂടി സംഭവിക്കാറുണ്ട്. ഈ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ഡാറ്റ ഡിലേ ഡാറ്റയാണ്. XIUSD നമുക്ക് ലൈവ് ഡാറ്റയാണ് ട്രേഡിംഗ് വ്യൂവിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ടിന്റെ മൂവ്മെന്റ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പറയും, അയ്യോ ഇതിനകത്ത് ലിക്വിഡിറ്റി ഇല്ല, അല്ലെങ്കിൽ XIUSDയുടെ മൂവ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ GC1 അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ വരുന്ന മാറ്റം എന്ന് പറയും. പക്ഷേ നമുക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രോക്കർ വഴി കണക്ട് ചെയ്താൽ മാത്രമേ കറക്റ്റ് പ്രൈസ് ട്രേഡിംഗ് വ്യൂവിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ട്രേഡിംഗ് വ്യൂവിലെ പ്രൈസിന്റെ മൂവ്മെന്റ്സിന്റെ ഡിഫറൻസും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾ ഫ്യൂച്ചേഴ്സിന് അങ്ങനെ വിലയിരുത്തരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചത്. നമുക്ക് XIUSD നമുക്ക് ചെയ്യുമ്പോൾ ഒരു ലോട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പിപ്സ് മൂവ്മെന്റ് വരുമ്പോൾ $100 ഡിഫറൻസ് ആണ് വരുന്നത്. ലോസ് ഓർ പ്രോഫിറ്റ് $100. അപ്പോൾ ഒരു പോയിന്റ് മൂവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ $100 പ്രോഫിറ്റ്, താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ബൈയിങ് ആണ് താഴത്തേക്ക് വരുന്നതെങ്കിൽ നമുക്ക് $100 ലോസും വരാറുണ്ട് ഗോൾഡിനെ സംബന്ധിച്ച്. അതേ സെയിം ഇത് തന്നെ ഗോൾഡ് ഫ്യൂച്ചറിൽ ചെയ്യുമ്പോൾ മെയിൻ ലോട്ട് ചെയ്യുമ്പോൾ മിനി എന്നാണ് ഗോൾഡിൽ ഫ്യൂച്ചേഴ്സിൽ മെയിൻ ലോട്ടിനെ പറയുന്നത്. മിനി ചെയ്യുമ്പോൾ GC1 എന്ന് പറയുന്ന ഇതേ കോൺട്രാക്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഒട്ടുമിക്ക കമ്പനികളും ഇപ്പോൾ കണ്ടിന്യൂസ് കോൺട്രാക്ട് ആണ് അലോ ചെയ്യുന്നത്. ഒരു 4 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 5 മാസം കൂടുമ്പോൾ ഈ കോൺട്രാക്റ്റിൽ അങ്ങോട്ട് കൂടും റോൾ ഓവർ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതും ഏത് ഡേറ്റ് ആണ് ലാസ്റ്റ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ ട്രാപ്പിലാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇത് രണ്ടിന്റെയും പ്രൈസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ 2100 XIUSDയിലെങ്കിൽ ചിലപ്പോൾ GC1 അതിന് മുകളിൽ 2150 ആയിരിക്കും. അങ്ങനെ ഒരു 50 പിപ്സിന്റെ ഒക്കെ ഡിഫറൻസ്, 500 പിപ്സിന്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഒരു പ്രീമിയം ബേസ് ചെയ്ത് അല്ലെങ്കിൽ റോൾ ഓവർ ഒരു കണ്ടിന്യൂസ് കോൺട്രാക്ട് ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ചിലപ്പോൾ എന്താ പറയുക ഷോർട്ട് കവറിങ് ഉണ്ടാവാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് എന്താ പറയുക കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മന്തിൽ GC1 കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും കയറി നിൽക്കുക. പക്ഷെ മൂവ്മെന്റ് രണ്ടിലും സെയിം പോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. സെയിം പോലെ തന്നെ രണ്ടിലും സെയിം മൂവ്മെന്റ്സ് തന്നെ ആയിരിക്കും. പ്രൈസ് തമ്മിൽ വ്യത്യാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ റോൾ ഓവറിന്റെ ദിവസം എന്നാണെന്നുള്ളത് നിങ്ങൾ മെയിൻ ആയിട്ടും അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസമൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ കാൽക്കുലേഷനിൽ ഒരു ചെറിയ പ്രീമിയം ലീക്ക്, നമ്മൾ ഈ ഓപ്ഷനൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ നിഫ്റ്റി ഫ്യൂച്ചർ ഒക്കെ സമയത്തൊക്കെ ചെറിയ ലീക്ക് ഒക്കെ പോലെ, അത് പ്രൈസ് ലീക്ക് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അത് പ്രീമിയം ഉണ്ടാവും. ആ പ്രീമിയത്തിൽ നിന്ന് കുറെ ആൾക്കാരൊക്കെ എക്സിറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ബൈ ചെയ്തേക്കുന്ന ആൾക്കാർ സെല്ലിങ്ങിലേക്കൊക്കെ വരുമ്പോൾ പ്രൈസ് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് വരും. പക്ഷെ അത് മന്ത് എൻഡ് ആവുമ്പോഴത്തേക്കും ഈ XIUSDയുടെ പ്രൈസും അതേപോലെ GC1 പ്രൈസും ഒക്കെ ഏകദേശം സെയിം. പിന്നെ അടുത്ത റോൾ ഓവർ വരുമ്പോൾ വീണ്ടും പ്രൈസ് GC1 കുറച്ച് മുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മൾ XIUSDയിൽ 0.01 ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 10 ഒരു പോയിന്റ് മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് $10 ഒക്കെ പ്രോഫിറ്റ് വരുന്നത്. ഗോൾഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ചെറിയ ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൈക്രോ കോൺട്രാക്ട് ആണ് ഫ്യൂച്ചേഴ്സിലാണ്. അതിൽ നമുക്ക് ഗോൾഡിലാണെങ്കിൽ ഈ കാണുന്ന സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടത്. MGC1 എന്ന് പറയുന്ന സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടത്. ഒട്ടുമിക്ക ഫേംസും ഈ ഒരു സിമ്പിളാണ് അറിയപ്പെടുന്നത്. അതേപോലെ നമുക്ക് കണ്ടിന്യൂസ് കോൺട്രാക്റ്റിൽ തന്നെ നമുക്ക് മന്തിലുള്ള കോൺട്രാക്ട്, ഇപ്പൊ നിഞ്ചയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിൽ അതിന് ബ്രോക്കർ നിഞ്ച ആകുമ്പോൾ നമ്മളിപ്പോൾ മന്ത്ലി കണ്ടിന്യൂസ് കോൺട്രാക്ട് ആയിരിക്കില്ല, ചിലപ്പോൾ 0.03 മന്ത് ഏത് മന്തിലാണോ ആ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത്രയും കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഓരോ പ്ലാറ്റ്ഫോമിനും അനുസരിച്ച് ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കോൺട്രാക്ട് കണ്ടിന്യൂസ് കോൺട്രാക്ട് അവർ ഓട്ടോമാറ്റിക് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇത്തരം കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മിനി ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗോൾഡിൽ നമുക്ക് XIUSDയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 0.01, 0.20, 0.30 അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചേഴ്സിൽ നമ്മൾ MGC1 എന്ന് പറയുന്ന കോൺട്രാക്ട് ആണ്. അത് അവിടെ നമുക്ക് 1 മുതൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഗോൾഡിന്റെ മെയിൻ ലോട്ടിന് അവർ മിനി ലോട്ട് എന്നാണ് പറയുന്നത്. നിങ്ങളൊരു അക്കൗണ്ട് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര മിനി ചെയ്യാം എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഇത്ര മൈക്രോ ചെയ്യാം. അപ്പൊ മൈക്രോ ആണ് ഏറ്റവും മില്ലി ലോട്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ CFD നമ്മൾ ഡൗ ജോൺസ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് WM1 കണ്ടിന്യൂസ് കോൺട്രാക്ട് ആയിരിക്കും ഈ ഒരു സിമ്പിൾ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ S&P 500 നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ES ആണ് നമുക്ക് അവിടെ സെലക്ട് ചെയ്യുക. അപ്പൊ കുറെ പേര് S&P 500 കാണുന്നില്ല, കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ആ ഒരു ഇത് അവിടെ നിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് എങ്ങനെയുള്ള ആൾക്കാരാണ് ഫ്യൂച്ചേഴ്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് ആൾക്കാർക്കാണ് CFD എടുത്തുകൊണ്ട് ഗുണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇതിൽ നോക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാർക്കാണ് CFD കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അഥവാ നിങ്ങൾ ബ്രേക്ക് ഈവൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലാണ് CFD നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരിക. ഇനി ഫ്യൂച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫ്യൂച്ചേഴ്സിൽ നമുക്ക് കൺസിസ്റ്റൻസി റൂൾ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. മിക്ക കമ്പനികളും അത് ഇപ്പോൾ ഇവാലുവേഷൻ സ്റ്റേജിലായി, ഫസ്റ്റ് സ്റ്റേജിലായി ഇപ്പോൾ ഈ പറയുന്ന കൺസിസ്റ്റൻസി റൂള് കാര്യങ്ങളല്ല. അപ്പൊ നമുക്ക് പാസ്സാവാൻ നിങ്ങൾ എല്ലാവരും, അതേപോലെ തന്നെ ട്രെയിലിംഗ് ഡ്രോഡൗൺ, ഈ ഫ്യൂച്ചേഴ്സിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാത്തതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രെയിലിംഗ് ഡ്രോഡൗൺ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ മിക്ക ഫേംസും നമ്മൾ ഇവാലുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു ബെറ്റർ ആണ്. ബെറ്റർ ഇതല്ല, ലൈവിലേക്ക് വരുമ്പോൾ നമുക്ക് ബെറ്റർ ആണ്. അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിൽ കുറച്ച് നിങ്ങൾ ഒരു 1100 താഴെ പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാർക്കാണ് ഇത് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട്. CFD സംബന്ധിച്ചാണെങ്കിൽ ഒരു സിംഗ് ട്രേഡ് അടുത്ത ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ചയ്ക്ക് പൊസിഷൻ എടുത്ത് തിങ്കളാഴ്ച കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേസമയം ഫ്യൂച്ചേഴ്സിൽ അങ്ങനെയല്ല, നമ്മൾ ഈവനിങ് തന്നെ, അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ മോർണിംഗിൽ 2:30 സമയമാണെങ്കിൽ അതിനൊരു 15 മിനിറ്റ് മുമ്പ് നമ്മൾ പൊസിഷൻ ക്ലോസ് ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് പോകും, ഫ്യൂച്ചേഴ്സിൽ ഉണ്ട് അക്കൗണ്ട് പോകും. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു CFD ഒരു ട്രേഡ് മാനേജർ ട്രാപ്പ് എന്നുള്ള ഒരു പരിപാടി ഉണ്ട്. അത് ഒട്ടുമിക്ക ഫേംസും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഫണ്ടിങ് പിപ്സ് ആയിക്കോട്ടെ, ഫണ്ടിങ് പിപ്സ്, ഫണ്ട് ആൻഡ് എക്സ്ചേഞ്ച് എല്ലായിടത്തും ഒരു ട്രേഡ് മാനേജർ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു പരിപാടി ഉണ്ട്. ട്രേഡ് മാനേജർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെല്ലാം ഏതെല്ലാം പൊസിഷനിലാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ആ ഫേംസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കൊരു സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ക്വിക്കിലി ഒരു മൂവ്മെന്റ് ഒക്കെ വന്ന സമയത്ത് നമ്മുടെ ചാർട്ട് സ്ലോ ആക്കാനൊക്കെ ഉള്ള ചെറിയ ഉടായ്പ പരിപാടികളൊക്കെ ഈ CFD ഫേംസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ ഈ പ്രൈസ് ഇപ്പോൾ ഫണ്ട് ആൻഡ് എക്സിൽ കണ്ടേക്കുന്ന പ്രൈസ് ആയിരിക്കുമല്ലോ ഈ പറയുന്ന ഫണ്ടിങ് പിപ്സിൽ, അവർക്ക് എവിടെയാണോ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉള്ളത് എന്നുള്ളത് അവർ അനലൈസ് ചെയ്യാനുള്ള ഒരു ട്രേഡ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതേസമയം ഫ്യൂച്ചേഴ്സിൽ എല്ലാ സ്ഥലത്തും സെയിം പ്രൈസ് ആയതുകൊണ്ട്, ഒന്നാമത് ഇവർ സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചേഴ്സിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. CFD സെൻട്രലൈസ്ഡ് അല്ല, അത് ഓരോ ബ്രോക്കർമാരെയും ഓരോ ഇതനുസരിച്ചിട്ടാണ് CFD വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി നിലവിൽ MT5 മറ്റു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അത് നിങ്ങളത് ഓർത്തിരിക്കുക. അതിൽ കുറച്ച് ട്രാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ CFD കോപ്പി ട്രേഡ്, മറ്റ് ഇപ്പോൾ കുറെ പേര് ചോദിക്കാറുണ്ട് മൾട്ടിപ്പിൾ അക്കൗണ്ട് എടുത്തിട്ട് കോപ്പി ട്രേഡ് പറ്റും. ഇപ്പോൾ 5 years എടുത്തിട്ട് ഫണ്ട് ആൻഡ് എക്സിൽ കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള 5 years നോർമലി അലോ ചെയ്യാറുണ്ട്. പക്ഷെ മറ്റു കമ്പനികളൊന്നും അങ്ങനെ അലോ ചെയ്യാം. അവരുടെ കമ്പനി തന്നെ പ്രൈമറി അക്കൗണ്ട് ആയിട്ട് കണക്കാക്കണം. ഇപ്പോൾ ഫണ്ട് ആൻഡ് നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫണ്ട് ആൻഡ് നെക്സ്റ്റിന്റെ കോപ്പി ട്രേഡ് സോഫ്റ്റ്വെയർ ഒക്കെ വാങ്ങിച്ച് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ ഫണ്ട് ആൻഡ് നെക്സ്റ്റിൽ നടക്കുന്ന ട്രേഡ് നമുക്ക് 5 yearsലേക്ക് കോപ്പി ചെയ്യാൻ പറ്റും. പക്ഷെ ഈ 5 years അംഗീകരിക്കണം ആരാണ് ലീഡ് അക്കൗണ്ട് എന്നുള്ളത്. അത്രയും കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം ഫ്യൂച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് 20 അക്കൗണ്ട് ഒക്കെ വരെ ഒട്ടുമിക്ക ഫ്യൂച്ചേഴ്സ് കമ്പനികളും അവരുടെ സെയിം ട്രേഡ്, ഇപ്പോൾ ട്രേഡിഫൈയിൽ നടക്കുന്ന ട്രേഡ് ലൂസിഡ് ക്യാപിറ്റൽ ട്രേഡ് ചെയ്യാൻ പറ്റും, അപ്പെക്സിൽ നടക്കുന്ന ട്രേഡ് ബുൾനോക്സിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റും. 10-20 അക്കൗണ്ട് ഒക്കെ നമുക്ക് കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ കോപ്പി ട്രേഡിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഞാനൊക്കെ ഒരു ചെറിയ സ്കാൽപ്പ് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങി പോകുന്ന ഒരാളാണ്. നമ്മളെ സംബന്ധിച്ചൊക്കെ ഒരു 700-800 മുകളിലൊക്കെ നമ്മൾ നോർമലി ഇൻട്രാഡേയിലൊന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും പിടിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് 10 അക്കൗണ്ട് ഒക്കെ വരെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് മിക്ക കമ്പനികളും ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ 10 അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 800 USD നമുക്ക് പ്രോഫിറ്റ് കയറുന്നുണ്ടെങ്കിൽ, അതേസമയം മൾട്ടിപ്ലൈ 10ലേക്ക് വരുമ്പോൾ ഏകദേശം 8000 USD നമുക്ക് പ്രോഫിറ്റ് ആവണം. അതുപോലെ നമുക്ക് അത്ര വലിയ ഇമോഷൻസും ഈ കോപ്പി ട്രേഡ് ചെയ്യുമ്പോൾ വരാറില്ല എന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ ആ ഒരു സെയിം അക്കൗണ്ടിൽ ചെയ്യുന്ന അതേ ടൈമാണ് നമുക്ക് വേസ്റ്റ് ആവുന്നത്. അതേപോലെ തന്നെ ക്യാപിറ്റലൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടാച്ചാൽ മതി. ഈ എഫർട്ട് ഒക്കെ സെയിം ആണ്. കോപ്പി ട്രേഡ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് നമുക്ക് ഇപ്പൊ എടുക്കുന്ന എഫർട്ടും ഈ അനാലിസിന്റെ എല്ലാ ഇതും 10-20 അക്കൗണ്ടിലൊക്കെ കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റാറുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. അപ്പോഴും നിങ്ങൾ ഓർക്കുക, അത് എങ്ങനെയുള്ളവരാണ് പെട്ടെന്ന് സ്കാൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ആ കോപ്പി ട്രേഡ് കാര്യങ്ങളെല്ലാം ഉപകാരപ്പെടുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിലിംഗ് ഡ്രോഡും അതേപോലെ തന്നെ മറ്റ് ഡ്രോഡൗൺസും ത്രെഡ്ഷോൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ ഫ്യൂച്ചേഴ്സിന്റെ റൂൾസ് നിങ്ങൾ കുറച്ച് ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഒക്കെ ഇപ്പൊ അപ്പെക്സിന്റെ ഒക്കെ അക്കൗണ്ട് എടുക്കാണ്ട് $15 വരുന്നുള്ളൂ. അപ്പോൾ വൺ ടൈം ഒക്കെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്പ്രെഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് CFD ആണെങ്കിൽ നമുക്ക്
ആക്ടിവേഷൻ ഫീസ് ഇല്ല എന്നുള്ളത് നല്ല ഉപകാരമാണ്. അത് വൺ ടൈം പർച്ചേസ്മെന്റ് നമ്മൾ കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് മന്ത്ലി ആക്ടിവേഷൻ ഫീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ അപ്പെക്സിലൊക്കെ 15ന്റെ ഓഫറൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു $60 ഒക്കെ കൊടുത്താൽ മതി, പാസ്സായതിനു ശേഷം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആകെ നഷ്ടപ്പെടുന്നത് $15 പോകത്തുള്ളൂ. അങ്ങനെ ഫീച്ചേഴ്സ്, അങ്ങനെ ഒരു ഗുണവുമുണ്ട്, അതൊരു ദോഷവുമാണ്. ഈ മിക്കവരും ആക്ടിവേഷൻ ഫീസ് എന്ന് കാണുമ്പോൾ, മന്ത്ലി കാണുമ്പോൾ അവരുടെ സൈറ്റിൽ തന്നെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് 149 കാണുമ്പോൾ പേടിച്ചു. പക്ഷേ അവർ ഓഫർ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ $60 വരും നമുക്ക്. അതേപോലെ നമുക്ക് ഒരു CFD സംബന്ധിച്ച് ഒരു ടൈം ഫ്രെയിം ഇല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പാസ്സാക്കിയാൽ മതി. ഫീച്ചേഴ്സ് സംബന്ധിച്ച് ഇവാലുവേഷൻ നമുക്ക് മന്ത്ലി നമ്മൾ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 1 മന്തിനുള്ളിൽ തന്നെ പാസ്സായിരിക്കും ഇവാലുവേഷൻ. കറക്റ്റ് കലണ്ടർ ഡേയ്സ് ആകുമ്പോൾ തന്നെ അത് കട്ടായി പോകും ഓട്ടോമാറ്റിക്, നമ്മൾ പാസ്സായില്ലെങ്കിൽ. പിന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു $5 ഡിഫറൻസ് പ്രൈസിൽ ഉണ്ടാവത്തുള്ളൂ. അതിന് സമയം നിങ്ങൾ വീണ്ടും അത് ക്യാൻസൽ ചെയ്യണം. എപ്പോഴും ഫ്യൂച്ചേഴ്സ് അക്കൗണ്ട് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആദ്യമേ തന്നെ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു അക്കൗണ്ട് ലോസ് വന്നു എന്ന് വിചാരിക്കുക. ആ അക്കൗണ്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സൈറ്റിൽ കയറിയിട്ട്, ഇപ്പോൾ ബുൾനോക്സ് ആയിക്കോട്ടെ, അപ്പെക്സ് ആയിക്കോട്ടെ, സൈറ്റിൽ കയറിയിട്ട് അവരത് ടെർമിനേറ്റ് ചെയ്യണം. നമ്മുടെ അക്കൗണ്ട് ലോസിൽ വന്ന അക്കൗണ്ട് അല്ലെങ്കിൽ ഫെയിൽ ആയി പോയ ഇവാലുവേഷൻ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ, അടുത്ത മാസം ആകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അക്കൗണ്ടിൽ പോകും. ഡെബിറ്റ് കാർഡ് വെച്ചിട്ടുള്ള ഫെയിംസ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്, അങ്ങനെ പോകത്തില്ല. പക്ഷെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ അറിയാതെ ചിലപ്പോൾ മറന്നുപോകും. നമ്മൾ അക്കൗണ്ട് ഫെയിലായി, നമ്മൾ ആ വിഷമത്തിലിരിക്കുമ്പോൾ ഈ അക്കൗണ്ട് ഒക്കെ ക്യാൻസൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു. പിന്നെ ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിനും നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതിനുശേഷം ഈ ഒരു വീഡിയോ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ സ്പ്രെഡ്, നമുക്ക് CFD നമുക്ക് ചെറിയ സ്പ്രെഡ് ഉണ്ടെന്ന് പറയാം, അതാണ് അവരുടെ കമ്മീഷനും കാര്യങ്ങളും. ഇവിടെ ചെറിയൊരു സ്പ്രെഡേ ഫ്യൂച്ചേഴ്സിൽ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം നമുക്ക് വരുന്നത്, ഇവർ ട്രേഡ് അവോട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. ട്രേഡിംഗ് വ്യൂയിലേക്ക് ആക്സസ് കിട്ടും ഫ്യൂച്ചേഴ്സിൽ. ഇപ്പോൾ ട്രേഡ് സി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ CFD നമുക്ക് MT5 തന്നെയാണ് എല്ലാവരും ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ മാച്ച് ട്രേഡർ, ഈ MT5 വന്നേക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് ശീലിച്ചേക്കുന്നത് കൊണ്ട് കുറച്ചൊരു 1-2 മാസം എടുക്കും ഇതൊന്ന് ഫെമിലിയർ ആയിട്ട് വരാനായിട്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് വരാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾ അപ്പോൾ ഏതൊരാളും പെട്ടെന്ന് തന്നെ വന്നിട്ട്, ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്ത് കണ്ടിട്ട് കുറെ പേര് അക്കൗണ്ട് ഒക്കെ എടുത്ത് വന്നു. അപ്പൊ അവരെ സംബന്ധിച്ചൊക്കെ എന്താ പറ്റിപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ എന്താന്നുള്ളത് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ട്രേഡ് എടുക്കുക, അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ. നിങ്ങളിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ എല്ലാ പിള്ളേരും ചെറിയ ഇവിടെ ആയിരിക്കും ഇവരുടെ SL കാര്യങ്ങളെല്ലാം വരുന്നത്. TP ഈ കാണുന്നതായിരിക്കും. ഇപ്പോൾ ഒരു CFD ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് TP ഇതാണെന്ന് വിചാരിക്കാം. നമുക്ക് ഈ ഒരു TPയിലേക്ക് എത്തുന്നത്, ഇവിടെ TP ആണെന്നിരിക്കാം. ആ TP എത്തുമ്പോൾ നമ്മൾ ബ്രേക്ക് ഇവണിലേക്ക്, നമ്മൾ ഇവിടെ നിന്നായിരിക്കും ബൈ എടുത്തേക്കണേ. നമ്മൾ ബ്രേക്ക് ഇവണിലേക്ക് നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഇവിടെ ഇരുന്ന സ്റ്റോപ്പ് ലോസ്, CFDയിലേക്കാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ കയറ്റി വെക്കാൻ പറ്റും. ഇവിടെ ഒരു ഫ്യൂച്ചർ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതുപോലെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ TP അടിക്കാതെ ഈ ബിയിലേക്ക് വന്നാൽ, നമ്മുടെ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ഇൻട്രാഡേ ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഏകദേശം ഈ പ്രോഫിറ്റ് കാണാതെ തന്നെ ഏകദേശം ഒരു $800 അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, $800 അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്നും ഇത് ചിലപ്പോൾ 1000 ആയിരിക്കും TP നമ്മൾ ഉദ്ദേശിച്ചത്. ഈ 800 നിന്നും മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് വന്ന് നമ്മൾ ബ്രേക്ക് ഈവൻ ഒക്കെ കയറ്റി വെക്കും. ഈ ബ്രേക്ക് ഈവൻ കയറ്റി വെക്കുമ്പോൾ എന്താ, $800 നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യും. കാരണം എന്താ, അതൊരു ട്രെയിലിംഗ് ഡ്രോ ഡൗൺ അക്കൗണ്ട് ആണ്. പ്രത്യേകിച്ച് അപ്പെക്സിന്റെ ഒക്കെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, ഇതേപോലെ ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഈ ഇതുപോലത്തെ ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണോ അഥവാ എൻഡ് ഓഫ് ദ ഡേ ആണോ, EOD ആണോ നിങ്ങളുടെ അക്കൗണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒട്ടുമിക്ക ഫേംസും EOD എന്ന് പറയുന്ന എൻഡ് ഓഫ് ദ ഡേയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞ ഒരു നമ്മളാരും പെട്ടെന്ന് മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നിട്ട്, ഇത് നമ്മൾ ഇത്രയും വലിയ ഒരു പ്രോഫിറ്റ് ഒക്കെ നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ TP ആവുന്നതിന് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് കയറ്റിക്കും. നോർമലി ഇപ്പോൾ ഉള്ള എല്ലാവരും ചെയ്യുന്ന കുറച്ച് പേര് ഇതാണ്, നമ്മുടെ ലോസ് മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ലോസ് ഇല്ലാത്ത രീതിയിൽ ആ ദിവസം ക്ലോസ് ചെയ്യുക എന്നാണ് ഈ ബ്രേക്കുകളിലേക്ക് വെക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ട്രെയിലിംഗ് ഡ്രോ ഡൗണിന്റെ അക്കൗണ്ടാണ് നിങ്ങൾ എടുത്തെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ $800 നിങ്ങളുടെ ഇതിൽ നിന്ന് മൈനസ് ചെയ്യും. നിങ്ങൾക്ക് ലോസ് ഇവിടെ വന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ട്രേഡിംഗിൽ നിങ്ങളുടെ ട്രേഡിംഗ് ഹിസ്റ്ററി നോക്കുമ്പോൾ നിങ്ങൾക്ക് ലോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കമ്മീഷൻ കഴിഞ്ഞിട്ട് $25 ലോസേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഫ്യൂച്ചേഴ്സിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇത് മൈനസിലേക്ക് പോകും. ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോക്കാം. അതുപോലെ എൻഡ് ഓഫ് ദ ഡേ ആണോ എന്നുള്ള കാര്യം നോക്കാം. അതേപോലെ തന്നെ എക്സ്പയർഡ് റോൾ ഓവർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല ധാരണ വരുത്തി വയ്ക്കുക. അതേപോലെ ഒരു
കറന്റ് മാർക്കറ്റിന്റെ ഇതിൽ തന്നെ കറന്റ് ട്രേഡിംഗ് നടക്കുന്ന ഇപ്പൊ GC1 ആണെങ്കിൽ ആ GC1ൽ തന്നെ ട്രേഡ് ചെയ്യാൻ നോക്കാം. ചിലർക്കൊക്കെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ മന്ത് ഇപ്പൊ ഈ മന്ത് മാർച്ച് മന്തിലെ കോൺട്രാക്ട് ആണ് റണ്ണിങ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ചിലർക്കൊക്കെ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അവർ ഈ ട്രേഡിംഗ് വ്യൂവിലൊക്കെ പോയിട്ട് ഏപ്രിലെ മന്തിൽ ചിലപ്പോൾ ജസ്റ്റ് ഒന്നൊരു ഓർഡർ ഒക്കെ ഇട്ട് നോക്കും. അങ്ങനെയൊക്കെ ഓർഡർ ഇട്ട് നോക്കിണെങ്കിൽ അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവത്തില്ല. അങ്ങനെ ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ അക്കൗണ്ട് ഒക്കെ പോകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ട്രേഡ് മാനേജർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കാര്യം. ആ ട്രേഡ് മാനേജർ എന്ന് വെച്ചാൽ ഈ CFD ഫേംസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും എവിടെയാണോ ട്രേഡ് കിടക്കുന്നത്, എവിടെയാണോ ഒട്ടുമിക്ക ആൾക്കാരും സ്റ്റോപ്പ് ലോസ് എവിടെ കിടക്കണേ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എവിടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത്, ഏതെല്ലാം ട്രേഡേഴ്സ് ആണ് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് അവർ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ട്രേഡ് മാനേജർമാരുടെ MT5 മൊത്തത്തിലുള്ള ക്ലയൻസിനെ, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ക്ലയൻസിനെ അവർക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ CFDയുടെയും ഇതിന്റെയും ഒരു ഇത്. ഇപ്പൊ ഇവിടെയാണ് ഒരു SL കിടക്കുന്നതെങ്കിൽ CFDയിൽ ഇവിടെയാണ് SL കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ കുറെ പേര്, ഒരു 100-1000 ആൾക്കാരുടെ SL അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഇതൊരു സപ്പോർട്ട് സോൺ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഇത്തരം രീതിയിലേക്കും വരിക. ഇവിടെ എത്തുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഒന്ന് സ്ലോ ആവും. അപ്പൊ ഇവിടെ ക്ലയൻസിനെ കമ്പനീനെ സംബന്ധിച്ച് 1000-ഓളം ആൾക്കാരുടെ അക്കൗണ്ട് അവിടെ കിടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് CFDയുടെ ഫ്യൂച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ഫണ്ട് ആൻഡ് നെക്സ്റ്റിന്റെ ഒക്കെ ലോയും ഹൈയും തമ്മിലുള്ള ഡിഫറൻസിന്റെ ഒരു മെയിൻ ഇത് ഇവർക്ക് മനസ്സിലാവും. ഇവിടെയാണ് ഇവരുടെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ആണ്. പയ്യെ ഇവർ ആ മൂവ്മെന്റ് ഒന്നും മാർക്കറ്റിൽ വന്നിട്ടുണ്ട്, പയ്യെ ഒന്ന് ഇവിടേക്ക് ഒന്ന് വരുത്തും. അവിടെ കിടക്കുന്ന സ്റ്റോപ്പ് ലോസും പ്രോഫിറ്റബിൾ ആ ട്രേഡേഴ്സിനെ എല്ലാം ഹിറ്റ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് സെയിം പോലെ തന്നെ ഈ GC1 സഞ്ചരിക്കാറാണ് പതിവ്. അതായത് ഇവരുടെ മൂവ്മെന്റ്സ് ഒക്കെ സെയിം ആയിരിക്കും. XIUSDയുടെയും അതേപോലെ തന്നെ GC1ന്റെയും മൂവ്മെന്റ് എല്ലാം സെയിം ആയിരിക്കും. ഈ സെയിം സപ്പോർട്ടൊക്കെ തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. പ്രൈസ് ഇതെല്ലാം വരുന്നതല്ല ഇങ്ങനെ ഇതേ രീതിയിൽ വരികയും ഈ ഒരു സപ്പോർട്ട് സോണിൽ എത്തുമ്പോൾ CFD ഒന്ന് പയ്യെ താഴ്ത്തേക്കും. ആ സമയം ഫ്യൂച്ചേഴ്സ് ഇവിടെ പയ്യെ ഒന്ന് അനങ്ങുന്ന ഇതുണ്ടാവുള്ളൂ. അതിനുശേഷം ഈ ഫ്യൂച്ചേഴ്സ് ഒന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ആ കറക്റ്റ് ഫ്യൂച്ചേഴ്സ് എവിടം വരെ എത്തിയോ അവിടേക്ക് തന്നെ CFDനെ എത്തിക്കും ഇവർ. അതെന്താ വെച്ചാൽ ഇവിടെ കിടക്കുന്ന കുറെ സ്റ്റോപ്പ് ലോസുകൾ ഈ ട്രേഡ് മാനേജർ എന്ന് പറയുന്ന പരിപാടി വെച്ചിട്ട് അവർ അതിനെ ഹിറ്റ് ചെയ്യിക്കും. അപ്പൊ ആ ഒരു പരിപാടി ഇതിനകത്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുപോലത്തെ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഫ്യൂച്ചേഴ്സ് ആയിരിക്കും നല്ലത്. പക്ഷെ നിങ്ങളുടെ ട്രേഡിങ് ഏത് രീതിയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരാളാണ്, ഭയങ്കര ബിഗ് ഹണ്ട് ഒക്കെ നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കൺസിസ്റ്റൻസി റൂൾ ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലുള്ള ഫേംസ് ഒക്കെയാണ് ഈ പറയുന്ന ഫ്യൂച്ചേഴ്സ്. അതുകൊണ്ട് ട്രെയിലിംഗ് ഡ്രോഡൗൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫ്യൂച്ചേഴ്സ് എടുക്കരുത്. പക്ഷെ നിങ്ങളൊരു ചെറിയ പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് നല്ലതായിരിക്കും. കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമുക്ക് അത്രയും ഇമോഷൻസ് ഉണ്ടാവില്ല. ഒരു അക്കൗണ്ടിൽ ചെയ്യുന്ന ആ ഒരു സെയിം ഇമോഷൻ തന്നെയായിരിക്കും നമുക്ക് 10 അക്കൗണ്ടിൽ ചെയ്യുമ്പോഴും. 10 അക്കൗണ്ടിൽ ചെയ്യുന്ന അതേ തന്നെയായിരിക്കും ട്രേഡിംഗ് സ്ട്രാറ്റജീസ്, ട്രേഡിംഗ് കാര്യങ്ങൾ തന്നെയായിരിക്കും ഇതിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനൊരു വേറെ എഫർട്ട് ഒന്നും ഇടണ്ട. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒരു സ്കെയിലപ്പ് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ഒക്കെ പിടിച്ചു പോകുന്ന ഒരു 1100-നൊക്കെ താഴെ പ്രോഫിറ്റ് ഒക്കെ പിടിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് എങ്ങനെയുള്ളവരാണ് ഇത് ഈ ഫ്യൂച്ചേഴ്സിന്റെ അക്കൗണ്ട് എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ബൈ.